PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ടതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. രാവിലെ 10:30 ആലപ്പുഴയിലാണ് യോഗം. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ. ശ്രീജിത്ത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നിർണായക എക്സിക്യൂട്ടീവ് ഇന്ന് ചേരാൻ പോവുകയാണ്. എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ CPIയിൽ തീരുമാനമുണ്ടാകാൻ പോകുന്നു. കടുത്ത നിലപാട് തന്നെ വേണം എന്ന കാര്യം നേതൃതലത്തിൽ ശക്തമായിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്നുള്ള ബഹിഷ്കരണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികൾ വേണം എന്ന ആവശ്യം പാർട്ടിക്കകത്ത് ശക്തമായി ഉയരുന്നുണ്ട്. അതിനിടയിൽ ഇന്നത്തെ നിർണായക യോഗം, വിവരങ്ങൾ ശ്രീജിത്ത്. ഗുഡ് മോർണിംഗ്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇന്ന് രാവിലെ 10:30 ആലപ്പുഴയിൽ ആരംഭിക്കാൻ പോകുന്നത്. CPI PMC വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന കടുത്ത പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഈ PMC പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ട സർക്കാരിന്റെ CPIഎമ്മിന്റെ നടപടിക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം ആലോചിക്കും. നേരത്തെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള ധാരണയിലെത്തിയിരുന്നു. എങ്കിലും പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബോഡി അഥവാ സംവിധാനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അംഗീകാരത്തിനായി ഇന്ന് ഈ യോഗം ചേരുന്നത്. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ധാരണയാണ് നേരത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് നേരത്തെ റിജി സൂചിപ്പിച്ച പോലെ അതിനപ്പുറം കടന്ന്, അതായത് RSSനോട് അതിന്റെ നയങ്ങളോട് സന്ധി ചെയ്ത നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന വികാരം CPIക്കകത്തുണ്ട്. അതുകൊണ്ട് മന്ത്രിമാരെ രാജിവെപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഈ യോഗത്തിൽ നേരത്തെ CPIയുടെ നേതൃത്വത്തിൽ ഉയർന്നിരുന്നു. സമാനമായ ആവശ്യങ്ങൾ ഇന്നത്തെ യോഗത്തിലും ഉയർന്നേക്കാം. എങ്കിൽ പോലും അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് ഈ ഘട്ടത്തിൽ പോകുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും 29-നാണ് മന്ത്രിസഭാ യോഗം. PMC പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ, ആ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ അത് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്ന നടപടിയടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം ഇന്നെടുക്കും. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ച CPIഎം നേതൃത്വത്തിനും LDF കൺവീനർക്കും കത്ത് നൽകിയിരുന്നു. എങ്കിലും ഇതുവരെയും CPIഎമ്മിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് ഒരു വശത്തുള്ളത്. എങ്കിൽ പോലും CPI തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. റിജിത്ത്. ശ്രീജിത്ത്, മറ്റൊന്ന് CPIഎമ്മിന്റെ അനുനയ നീക്കമാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുനയം സാധ്യമാകണമെങ്കിൽ അതിൽ നിർണായകമാകുക മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും. വിദേശയാത്ര പൂർത്തിയാക്കി മുഖ്യമന്ത്രി തിരികെ എത്തിയിട്ടുണ്ട്. ഈ CPIയുടെ എക്സിക്യൂട്ടീവ് ചേരുന്നതിന് മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി CPI നേതാക്കളെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ശ്രീജിത്ത്? ഇന്നലെ രാത്രി വരെ CPIഎമ്മിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ CPI നേതാക്കളുമായി ചർച്ച നടത്തിയതായി നമുക്ക് വിവരങ്ങളില്ല. അത്തരത്തിലൊരു ചർച്ച തുടക്കം കുറിക്കണമെങ്കിൽ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം. അതായത് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്നതാണ് CPIയുടെ നിലപാട്. അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ സ്ഥലത്തില്ലായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്കാണ് അദ്ദേഹം തലസ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഇന്ന് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ CPI നേതാക്കളുമായി മുഖ്യമന്ത്രി സംസാരിക്കാൻ പോകുന്നത്. ഒപ്പുവെച്ച് ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നാണ് CPI ഉറ്റുനോക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഈ ധാരണാപത്രം ഒപ്പിടലിലേക്ക് നീങ്ങിയത് എന്ന കാര്യത്തിൽ CPIക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്തരത്തിൽ മുഖ്യമന്ത്രിയെ ധിക്കരിച്ച് ഒരു ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ആളല്ല CPIഎമ്മിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിലും കാര്യമായ പ്രതീക്ഷ CPIക്ക് വെച്ചു പുലർത്തുന്നില്ല. കാരണം മുഖ്യമന്ത്രി കൂടി അറിഞ്ഞെടുത്ത തീരുമാനമാണ്. ഇനി പരിഹാര നിർദ്ദേശം എന്തെങ്കിലുമാണോ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നതാണ്. അല്ലാതെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പിലാക്കില്ല എന്ന് തുടങ്ങിയ ന്യായീകരണങ്ങൾ നിരത്തി ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യം CPI നേതാക്കൾക്ക് സംശയമാണ്. ശരി, ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ധാരണാപത്രത്തിൽ ഒപ്പിട്ട നടപടിയിൽ നിന്ന് പിന്നോട്ടു പോവുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു സമവായ നീക്കത്തിനും തയ്യാറല്ല എന്ന നിലപാടിലാണ് CPI നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ ധാരണ. അതിനുശേഷം നിർണായകമായി CPIയുടെ എക്സിക്യൂട്ടീവ് ഇന്ന് ചേരാൻ പോവുകയാണ്. ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.